എന്താ തന്റെ പ്രശ്നം? ഷെയർ ചെയ്യാൻ പറ്റുന്നാണീ പറയടോ. കമോൺ ദയാ. സർ, ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി ഒരു പാവമാണ് സർ. 100% സത്യസന്ധവും ആത്മാർത്ഥതയോടും കൂടിയാ എന്റെ ചേച്ചി ഡ്രീംസിൽ ജോലി ചെയ്തിരുന്നത്. എന്നിട്ടും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില് ചേച്ചിക്ക് ആ ജോലി നഷ്ടമായി. മറ്റുള്ളവരുടെ മുന്നിൽ കമ്പനിയെ ഒറ്റ കൊടുത്തവൾ എന്ന ചീത്തപ്പേരും കേൾക്കേണ്ടി വന്നു. ഇനിയും ആ ജോലി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ ചേച്ചി ആകെ തകർന്നു പോവും സർ. ഇപ്പൊ തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പാവം. ആർക്കും എന്റെ ചേച്ചിയെ സഹായിക്കാൻ കഴിയുന്നില്ല എന്ന് ഓർക്കുമ്പോ തന്റെ ചേച്ചി നിരപരാധിയാണെന്ന് 100% തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടാൻ ഒരവസരം ഉണ്ടായാൽ ക്ഷമാ സിദ്ധാർത്ഥ് അവരുടെ സീറ്റ് മടങ്ങിയെത്തിയിരിക്കും. എനിക്ക് മാഡം. ജഗ്ഗു, ഗുഡ് മോർണിംഗ് ഡിയർ. ഗുഡ് മോർണിംഗ് മാഡം. കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എന്തൊക്കെയുണ്ട് ജഗ്ഗു ഇവിടെ വിശേഷങ്ങൾ? നല്ല വിശേഷം മാഡം. അല്ല മാഡം എന്താ വന്നത്? അതെന്താ ജഗ്ഗു അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ വേറെ എങ്ങോട്ടാ പോവേണ്ടത്? ഇപ്പോഴും ജഗ്ഗുവിന്റെ മണ്ടൻ സംശയങ്ങൾക്ക് ഒരു കുറവുമില്ല. അല്ല ക്ഷമ എന്താ ഇവിടെ? ആ ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? ജിഗ കണ്ടില്ലേ, ഷെമ്മ മേഡം വന്നിരിക്കുന്നു. അക്കാര്യ ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇയാളെ പവൻ സാർ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെന്താ ഇവിടെ? ഇനിയിപ്പോ പവൻ സാർ എങ്ങാനും ഷെമ്മ മേഡത്തോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവോ? ഏയ്, അതിനൊരു ചാൻസും ഇല്ല. അങ്ങനെ പവൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നവീൻ സാർ നമ്മളോട് പറയുമായിരുന്നല്ലോ. എന്തോ ഒരു കുഴപ്പമുണ്ട്. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. സാർ, ഒരു പ്രോബ്ലം ഉണ്ട്. ആ ക്ഷമ മാഡത്തിന്റെ കാര്യത്തിൽ പവൻ സാർ എന്തെങ്കിലും തീരുമാനം എടുത്തിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ലല്ലോ. ജഗ്ഗു ഒന്ന് അങ്ങനെ ചോദിച്ചത്? എങ്കിൽ ആളിവിടെ എത്തിയിട്ടുണ്ട്. ആര്? ക്ഷമയോ? ഇവിടെയോ? അതെ സാർ, ഞാൻ മാഡത്തിനെ കണ്ടിട്ടാ വരുന്നത്. വന്ന ഉടനെ ആള് സ്വന്തം സീറ്റിൽ കയറി ഇരിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു. വരവ് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ചുള്ള മട്ടാന്നാ എനിക്ക് തോന്നുന്നത്. ജഗ്ഗുവിനോട് എന്തെങ്കിലും ക്ഷമ പറഞ്ഞോ? എന്താ ഇവിടെന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവിടേക്കല്ലാതെ വേറെ എങ്ങോട്ടേക്കാ വരേണ്ടതെന്ന് എന്നോട് തിരിച്ചു ചോദിക്കുക. സ്റ്റാഫുകളോടൊക്കെ പഴയ പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാ പെരുമാറിയത്. സാർ, ഇനി നമ്മളറിയാതെ ക്ഷമ മാഡം പവൻ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവോ? ഇവിടെ കയറി വരെ ഇത്ര ധൈര്യം കാണിച്ച സ്ഥിതിക്ക് ഒരു സംശയം. ഏയ് നോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടാ എന്നോട് പറയാതിരിക്കില്ല. ശരിയാ, ഞാനത് ആലീസിനോട് പറയുകയും ചെയ്തു. എന്താ മാഡത്തിന്റെ ഉദ്ദേശം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സാറേ, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പവൻ സാർ അറിഞ്ഞ ആകെ പ്രശ്നമാവും. അത് മാത്രമല്ല, എനിക്ക് വേറെ സംശയമുണ്ട് സാർ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയുള്ള ക്ഷമ മാഡത്തിന്റെ ഈ വരവിന് പിന്നിൽ ആ ഏഞ്ചൽ മറിയയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിലോ? അങ്ങനെ സംശയിക്കാലോ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജഗ്ഗു ചെന്ന് ക്ഷമയോട് ഞാൻ വിളിക്കുന്നു പറ. അഥവാ അതിന് തയ്യാറല്ലെന്നെങ്ങനെ പറഞ്ഞാൽ റിയാക്ട് ചെയ്യണമെന്ന് നിൽക്കണ്ട. ഞാൻ ഡീൽ ചെയ്തോളാം. ശരി സാർ.
ഇതെന്താണ്? കുറച്ച് ദിവസത്തേക്ക് ഒരാള് ലീവിൽ പോയെന്ന് കരുതി ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാമോ? ഞാൻ നിർത്തിയെടുത്തൊന്നും ഒരു ഇഞ്ച് പോലും മൂവ് ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും നാളും നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? കഷ്ടം. ഛേ. ഇത് കണ്ടോ, 3 ഫയലും അക്കൗണ്ട്സിൽ കൊടുത്ത് പാസ്സായെങ്കിലേ കഴിഞ്ഞ മാസത്തെ പ്രൊഡക്ഷൻ ബില്ല് പാസ്സാവൂ. ഇതൊക്കെ നിങ്ങൾ എപ്പോ ചെയ്തു തീർക്കുന്ന? റിവ്യൂ മീറ്റിംഗിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം പെൻഡിങ്ങിൽ വെച്ചു എന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയേണ്ടത് ഞാനല്ലേ? നിങ്ങൾക്കാർക്കും ഒന്നും അറിയണ്ടല്ലോ. അത് നോ നോ, എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ തന്നെ ഇത് അക്കൗണ്ട്സിലേക്ക് പോണം. ചെല്. എന്നിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എനിക്കിത് ക്ലിയർ ചെയ്ത് കിട്ടണമെന്ന് ആ രാഹുലിനോട് പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. പറയാം മാഡം. എങ്കിൽ നിന്ന് താളം ചവിട്ടാതെ പെട്ടെന്ന് കൊണ്ട് കൊടുക്ക്. ശ്ശേ. ക്ഷമ, എന്റെ ലാപ്ടോപ്പ് എവിടെ? അത് നവീൻ സാറിന്റെ ക്യാബിനിലുണ്ട്. ഓ ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു. ക്ഷമ മാഡത്തിനോട് നവീൻ സാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ ഓക്കെ ഓക്കെ. ജഗു, ആ വെൽഗേറ്റ് വിഷന്റെ ഫയലില്ലേ, അത് ഞാൻ അക്കൗണ്ട്സിലേക്ക് വിടുന്നുണ്ട്. ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറയണേ. ഷുവർ മാഡം, അത് ഞാൻ പറഞ്ഞോളാം. മാഡം പോയി നവീൻ സാർ ഒന്ന് കണ്ടിട്ട്. ആ താങ്ക് യു. ആ ഹേ ആലിസ്, താൻ ഇതുവരെ കൊണ്ടേ കൊടുത്തില്ലേ? ദേ കൊണ്ടുപോവാ മാഡം. ഒന്ന് വേഗം കൊണ്ടുപോ. ഞാൻ പോയി നവീൻ സാറിനെ കണ്ടിട്ട് വരാം. ക്ഷമ മാഡത്തിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കുഴപ്പമില്ലേ? അങ്ങനെ തോന്നിയില്ലേ? എന്തോ ഒരു ഫോൾട്ട്. എവിടെയോ 1-2 നെറ്റ് ലൂസാന്ന് തോന്നുന്നു. പാവം, കൊറേ ദിവസം വീട്ടിൽ ഇരുന്നല്ലേ, അങ്ങനെ സംഭവിച്ചായിരിക്കും. അങ്ങനെ തന്നെ. സർ. ആ ക്ഷമ, പ്ലീസ് കം. ഇരിക്കൂ. താങ്ക് യു സർ. സത്യം പറഞ്ഞ ഇന്നലെ കൂടി ഞാൻ ക്ഷമയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഒന്ന് വിളിക്കണമെന്ന് കരുതിയതാ, പക്ഷേ തിരക്കിനിടയിൽ വിട്ടുപോയി. അത് സർ വെറുതെ പറയുന്നതാ. ഞാൻ ഇവിടുന്ന് പോയിട്ട് 1 മാസം ആവാറായി. എന്നിട്ട് ഇതുവരെ സാർ എന്നെ ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല. അതുമാത്രല്ല, ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും സാർ എന്റെ കോൾ എടുത്തില്ല. സാറും കൂടി എന്നെ അവോയ്ഡ് ചെയ്യാണെന്ന് മനസ്സിലായപ്പോ ഞാൻ ആകെ തകർന്നു പോയി സർ. ശേഷേ, ഞാൻ തന്നെ അവോയ്ഡ് ചെയ്തെന്നോ? ഒരിക്കലും ഇല്ല ക്ഷമ. അങ്ങനെയൊന്നും താൻ ചിന്തിക്കേ വേണ്ട. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് മനഃപൂർവ്വം അല്ല. ഒന്നുകിൽ ചേട്ടായിക്ക് ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക്. അതുമാത്രമല്ല, ക്ഷമ ഇവിടെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചേട്ടായിക്ക് സംശയമുണ്ട്. ഇവിടെ എല്ലാവരുടെയും കോൾ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ ഒരു ഡൗട്ടിന് ഇടപെടുക്കുന്നതെന്ന് കരുതി. സർ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് അകറ്റി നിർത്താൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? സാറിന് തോന്നുന്നുണ്ടോ ഈ കമ്പനിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന? എന്റെ ലാപ്ടോപ്പിലൂടെ ഒരിക്കലും ഒരു ഡേറ്റയും ചോർന്നിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പാ. എന്നിട്ടും ഞാൻ ഇവിടെ ബലിയാടാക്കപ്പെടുക. കൂൾ ക്ഷമ, കൂൾ. തന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കമ്പനിക്ക് വേണ്ടി മറ്റാരെക്കാളും സിൻസിയറായി ജോലി ചെയ്യുന്ന ആളാണ് താനെന്നും എനിക്കറിയാം. Then why me, sir? ഇത്രയും സിൻസിയറായി വർക്ക് ചെയ്യുന്ന ഒരാളെ എന്തിനിങ്ങനെ അപമാനിക്കുന്നു? വീട്ടിലിരുന്നിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. ഓരോന്നാലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എന്റെ കമ്പനിയും കരിയറേയും ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സർ. എന്നിട്ടും ഐ നോ ക്ഷമയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താൻ നിരപരാധിയാണെന്ന് ചേട്ടായിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ എനിക്കതിന് കഴിഞ്ഞിട്ടുമുണ്ട്. വേണ്ട സർ, ഇനി എനിക്ക് വേണ്ടി മറ്റാരും ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഞാൻ പവൻ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഒരു ഡേറ്റയും എന്റെ ലാപ്ടോപ്പിലൂടെ എവിടെയും ചോർന്നിട്ടില്ലെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ ഞാനും സാറും അല്ലാതെ ആ ലാപ്ടോപ്പ് വേറെ ആരും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് എന്റെ ലാപ്ടോപ്പിലൂടെ ചോർന്നെന്ന് എനിക്കൊന്നും അറിയണല്ലോ സർ. പവൻ സാറിനോട് എനിക്കത് നേരിട്ട് ചോദിക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഇന്ന് വന്നത്. നോ ക്ഷമ, താൻ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ചേട്ടായിയെ ഞാൻ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരിക. അതിനിടയിൽ ആവേശം കാണിച്ച് താൻ കാര്യങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്.
ചേട്ടായിയെ നേരിൽ കണ്ട് താൻ എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും ആള് വിശ്വാസത്തിലെടുക്കണമെന്നില്ല. പക്ഷെ ഞാൻ ആവർത്തിച്ച് തന്റെ കാര്യം പറയുമ്പോ പതുക്കെ പതുക്കെ പുള്ളിക്കാരൻ കൺവിൻസ് ആവും. ആ ശ്രമം ഏറെക്കുറെ സക്സസ് ആവുന്നുണ്ട് താനും. അതിനിടയിൽ താൻ നേരിട്ട് ചെല്ലുന്നത് ചേട്ടായിക്ക് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് ക്ഷമ ചേട്ടായി ഇപ്പൊ കാണാതിരിക്കുന്നതാണ് നല്ലത്. സാറ് വിചാരിച്ചിട്ടും എന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാത്തോണ്ടാ ഞാൻ നേരിട്ട്. ശേ, ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, തന്റെ കാര്യത്തിൽ പോസിറ്റീവായ ഒരു ഇടപെടൽ ഉടനെ ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും താൻ ഇത്രയും ക്ഷമിച്ചില്ലേ, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ ചേട്ടായിയെ കൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുപ്പിച്ചിരിക്കും. ആ, എനിക്ക് വിശ്വസിക്കാമോ സാർ? ബിലീവ് മീ ക്ഷമ, ഞാനല്ലേ പറയുന്നത്, 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവും. എനിക്ക് സാറിന് വിശ്വാസമാണ്. ഞാൻ വെയിറ്റ് ചെയ്യാം. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ എന്നിട്ടൊരു തീരുമാനം ആയില്ലെങ്കിൽ ആകും. ഐ പ്രോമിസ് യു. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. താങ്ക് യു സർ. താൻ എന്ത് പറയുന്നു സിദ്ധാർത്ഥ? അമ്പിളിയമ്മയ്ക്ക് കച്ചവടം ഉറപ്പിക്കണോ അതോ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണോ? അല്ല, റിയൽ എസ്റ്റേറ്റിന്റെ പോക്ക് ഈ രീതിയിലാണെങ്കിലേ കാത്തിരുന്നിട്ട് വലിയ മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും അത് തന്നെ ബഷീർ ആലോചിച്ചത്. ഇനിയും കുറച്ചുകൂടി കാത്തിരിക്കാന്ന് വെച്ചാൽ തന്നെ നമ്മുടെ വിലക്കിണങ്ങുന്നൊരു പാർട്ടി വരുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ മുന്നിൽ ഇതേ ഒരു വഴിയുള്ളൂ. എന്താ ചെയ്യാ? അപ്പൊ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിക്കാന്ന് അല്ലേ? ബഷീർ വിചാരിച്ച വില കുറച്ചുകൂടി കൂട്ടി എന്തെങ്കിലും കിട്ടാൻ. എന്റെ പൊന്നു ചങ്ങായി, നിങ്ങൾക്ക് ആ സ്ത്രീയുടെ സ്വഭാവം അറിയാലോ. ഇത്രയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. വിശേഷിച്ച് നിങ്ങളുടെ കാര്യത്തിൽ അമ്പിളിയമ്മ ഒരു കോംപ്രമൈസിനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതലൊന്നും നമ്മൾ അവരോട് ചോദിച്ചില്ലല്ലോ. ന്യായമായ ഒരു വിലയെങ്കിലും അവർക്ക് തന്നൂടെ? അതൊക്കെ പറഞ്ഞാ മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ ഭായി. അവര് പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാശി പിടിച്ചാ നമ്മൾ പിന്നെ എന്തോ ചെയ്യും? 2-3 മാസം സാവകാശം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മുടെ കാലക്കേടിന് ആരെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ ഇപ്പൊ പറഞ്ഞ വില തരാൻ അമ്പിളിയമ്മ തയ്യാറാവോ എന്ന് കണ്ടറിയണം. ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറ ഭായി. വേണ്ട ബഷീറെ, ഇനിയും കാത്തിരിക്കുന്നത് മണ്ടത്തരാ. ഉള്ള കടത്തിന്റെ പലിശ കയറുമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. തീർക്കാൻ വേറെയുണ്ട് ബാധ്യതകള്. കൂടുതലൊന്നും ആലോചിക്കാനില്ല ബഷീറെ. അവര് പറഞ്ഞ വിലക്ക് തന്നെ സമ്മതിച്ചേക്ക്. പിന്നെ ഒരു കാര്യം തന്നെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റും. കടയുൾപ്പെടെയാണല്ലോ കച്ചവടം. ഷോപ്പ് ഫർണിഷ് ചെയ്തതിന്റെയും കടയിലിരിക്കുന്ന സ്റ്റോക്കിന്റെയും കൂടി വില എനിക്ക് കിട്ടണം. അത്രയെങ്കിലും മാന്യത അവർക്ക് കാണിച്ചൂടെ? അതൊന്നും അവര് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് ആഞ്ഞു പിടിച്ചു നോക്കാം. പിന്നെ ആകെയുള്ളൊരു ഗുണം അഡ്വാൻസ് വാങ്ങി കാത്തിരിക്കേണ്ടി വരില്ല. കച്ചവടം ഉറപ്പിച്ച കാശ് രൊക്കം കൈ കിട്ടും. നിങ്ങൾ ബേജാറാവണ്ട ബായ്. അഥവാ അവര് സമ്മതിച്ചില്ലെങ്കിൽ സ്റ്റോക്ക് നമുക്ക് വേറെ മറിക്കാം. ഇവിടെ പരിചയത്തിൽ ഒരു പാർട്ടിയുണ്ട്. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. ഞാൻ ആദ്യം ആ പെണ്ണും പിള്ളയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വലിയ ഉപകാരം ബഷീറെ. ആ, തന്റെ കമ്മീഷൻ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞേക്കണം. എന്റെ കമ്മീഷൻ ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട. അതും കൂടെ ഞാൻ അമ്പിളിയമ്മയുടെ നിന്ന് വസൂലാക്കും. ഒരു പണി നമുക്കും അങ്ങോട്ട് കൊടുക്കണ്ടേടോ. എടോ, മോള് വരുന്നുണ്ട്. അവളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഈ കാര്യം സംസാരിക്കണ്ട. അപ്പൊ തന്നെ ആരും അറിയാതുള്ള കളിയാ കളിക്കുന്നതല്ലേ? ഭായിയുടെ വീട്ടുകാരിയോടും പറഞ്ഞില്ലേ? പറയണം, കുറച്ച് കഴിഞ്ഞിട്ടാവാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ. അവരെ കണ്ടിട്ട് വിളിക്കാം. എന്താ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലേ? ഇനി വേറെ എന്തിനാ ഒരു ക്ലാരിഫിക്കേഷൻ? എങ്കിൽ പിന്നെ ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം. അപ്പൊ നിനക്ക് വിശ്വാസമാവുമല്ലോ. എന്താ അത് മതിയോ? തൽക്കാലം ഇപ്പൊ എന്റെ പൊന്നുമോ പോയി കിടന്ന് ഉറങ്ങിയട്ടെ. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ, ബൈ. എന്തൊക്കെയാണ് മോളെ വിശേഷങ്ങള്? ഓ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്കിൾ. അങ്കിള് സുഖമായിരിക്കുന്നോ?
ഓ അങ്ങനെ പോകുന്നു. ആ, എന്നാ ചെല്ലട്ടെ മോളെ. ഉം. എന്തിനാ ബഷീർ അങ്കിള് വന്നിട്ട് പോയേ? ഓ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. അല്ല, ആരോടും പറയാതെ നീ രാവിലെ വണ്ടി എടുത്ത് എങ്ങോട്ടാ പോയേ? എന്റെ ഓഫീസിലേക്ക്. ഓഫീസിലേക്കോ? എന്താ പെട്ടെന്ന് അങ്ങനെ? അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ആരും വിളിച്ചൊന്നുമല്ല, പക്ഷെ ഞാൻ അങ്ങ് ഇടിച്ചേറി ചെന്നു. എന്നെ കണ്ട് എല്ലാരും ഇങ്ങനെ സ്ട്രക്കായി നിന്ന് പോയെന്നേ. എന്നിട്ട്? എന്നിട്ടെന്താ, എന്നെ കണ്ട ഉടനെ എല്ലാവരും ഞെട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ നേരെ നവീൻ സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നിട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് തറപ്പിച്ചൊരു ചോദ്യം. പുള്ളിക്കാരൻ വരണ്ട് കേട്ടോ. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? എന്തു പറയാൻ, എന്നോട് സോറി പറഞ്ഞു. ഒക്കെ പവൻ സാറിന്റെ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്നും പറഞ്ഞു. അല്ല, സത്യത്തിൽ അതാ സംഭവിച്ചെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. അപ്പോ ഉടനെ ജോലിയിൽ തിരിച്ചു കയറാൻ പറ്റോ? എന്താ പറ്റാത്തെ? മിക്കവാറും എനിക്ക് നാളെ തന്നെ റീജോയിൻ ചെയ്യാൻ പറ്റിയേക്കും. പവൻ സാറിനോട് സംസാരിച്ചിട്ട് നവീൻ സാറ് ഇന്ന് രാത്രി തന്നെ തീരുമാനം അറിയിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. സത്യമാണോ മോളെ? അതേനേ, ആ ഉറപ്പ് കിട്ടിയിട്ടില്ലേ ഞാനിപ്പോ അവിടുന്ന് പോകുന്നത്. ഈശ്വര, രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞ നിന്റെ കാര്യം ഓർത്ത് എനിക്കിതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും. എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. നന്നായി, നന്നായി മോളെ. അല്ല, നീ ഈ കാര്യം അമ്മയെ വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് പോയി നേരിട്ട് പറയാന്ന് കരുതി. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട, വേഗം ചെന്ന് പറയേ. അവൾക്കൊരു സമാധാനാവട്ടെ, പാവം. അല്ല, ദയെ കണ്ടിരുന്നോ മോള്? ഏയ്, ഞാൻ ചെന്നപ്പോ അവൾ അവിടെ ഇല്ലായിരുന്നു. പവൻ സാറിന്റെ കൂടെ ഏതോ സ്റ്റോറി ലൈൻ ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന്. അവക്കത് വല്ലതും അറിയൂ. ഇനി എന്തൊക്കെ മണ്ടത്തരാണാവോ കാണിച്ചു കൂട്ടിയിരിക്കുന്നെന്ന് നാളെ ചെല്ലുമ്പോ അറിയാം. ഒന്ന് പൊടി, അവൾ അത്ര ബുദ്ധിയില്ലാത്തവളൊന്നുമല്ല. ഒന്നുമില്ലേലും നിന്റെ അനിയ തന്നെയാണല്ലോ. പാവം, അവള് നിനക്ക് വേണ്ടി നല്ലോണം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ? ഓ പിന്നെ, അവള് റെക്കമെൻഡ് ചെയ്താ അവിടെ ആര് കേക്കാണ്? നമ്മുടെ കാര്യം ശരിയാവണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണോ അച്ഛാ? ഛേ, കുറച്ചുകൂടെ നേരത്തെ ഈ ബുദ്ധി തോന്നേണ്ടതായിരുന്നു. എത്ര ദിവസം വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ബോറടിച്ച് നശിപ്പിച്ചത്. ഓ അതൊക്കെ പോട്ടെ, ഏതായാലും എല്ലാം ശരിയായല്ലോ. മോളി ഒന്ന് അമ്മയോട് വിവരം പറ. പാവം ശ്രീലതാ ദേവി ഒന്ന് സന്തോഷിക്കട്ടെ. ശരി, അച്ഛൻ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു വരാം മോളെ. എന്തെങ്കിലും ഒരു കച്ചവടം നടന്നാ അത്രയായല്ലോ. എന്നാ ഞാൻ ഇറങ്ങുന്നേ. ബൈ. ശരി. ഇയാളൊരു പ്രത്യേക ടൈപ്പാണല്ലോ. മനസ്സിലുള്ളതൊന്നും തെളിച്ച് പറയുകയില്ല, എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായിട്ട് ചൂഴ്ന്നെടുക്കുകയും ചെയ്യും. എന്തായാലും സ്റ്റോറി ലൈൻ ഉണ്ടാക്കൽ പരിപാടി ഇന്ന് നടക്കുന്ന തോന്നില്ല. അത്രയും ആശ്വാസം. ഹലോ, ദയാ, താനിപ്പോ എവിടെയാ? ഞാൻ പവൻ സാറിന്റെ കൂടെ പുറത്താണല്ലോ ജഗ്ഗു ചേട്ടാ. എന്താ കാര്യം, പറഞ്ഞോളൂ. അതെ, ക്ഷമ മാഡം ഓഫീസിൽ വന്നിരുന്നു. ചേച്ചി അവിടെ വന്നെന്നോ? എന്തിന്? എന്തിനാന്ന് ചോദിച്ചാ അതിപ്പോ ഞാനെങ്ങനെ പറയാ? ഇവിടെ ആകെ സീനായിരുന്നു കുട്ടി. എന്തു പറ്റി ജഗ്ഗു ചേട്ടാ, ഒന്ന് പറ പ്ലീസ്. അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല. ക്ഷമ മാഡം ഇന്നിവിടെ വന്നു. പഴയതുപോലെ വർക്ക് ചെയ്യാനും ഞങ്ങളോട് പഴയ പോലെയൊക്കെ പെരുമാറാനും തുടങ്ങി. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ജഗ്ഗു ചേട്ടാ? ഏയ്, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പെരുമാറ്റമൊക്കെ പഴയതുപോലെ തന്നെയായിരുന്നു. എന്നാലും എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ആളത്ര നോർമൽ അല്ലേന്നൊരു സംശയം. അല്ല, എന്ന് വെച്ചങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ആളെ ഞങ്ങൾ സേഫായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചെല്ലുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. താനിപ്പോ ഇതൊന്നും പവൻ സാറിനോട് പറയണ്ട. അനുവാദമില്ലാതെ ക്ഷമ മാഡം ഓഫീസിൽ വന്നെന്നറിഞ്ഞാൽ പവൻ സാറിന് ചിലപ്പോ ഇഷ്ടായെന്ന് വരില്ല. വെറുതെ മൂഡ് കളയണ്ട. അപ്പൊ ശരി ദയാ, ഞാൻ പിന്നെ വിളിക്കാം. എന്തു പറ്റി? പിന്നെയും മൂഡ് ഓഫ് ആയല്ലോ. ആരായിരുന്നു ഫോണിൽ?